എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ രമ്യ സുജേഷ്, ലൈഫ് ഹീലിംഗ് കോച്ച്, NLP ട്രെയിനർ, റേക്കി ഹീലർ, യോഗ അലയൻസ് സർട്ടിഫൈഡ് ടീച്ചർ ആൻഡ് മെൻറ്റർ. ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ ശരീരത്തിൽ ഉള്ള ചക്രങ്ങളെ കുറിച്ചാണ്. എന്താണ് ചക്രങ്ങൾ, അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്, ചക്ര ആക്ടിവേറ്റ് ചെയ്യുമ്പോഴുണ്ടാവുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ചക്രയുടെ ബ്ലോക്കുകൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്, അതുപോലെ തന്നെ എത്ര തരം ചക്രങ്ങളുണ്ട്, അതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ശരീരത്തിലെ 7 ചക്രങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. ആത്മചൈതന്യം, ശരീരം, ആരോഗ്യം എന്നിവ തമ്മിലുള്ള സന്തുലിതാവസ്ഥയിലെത്തുന്ന പ്രക്രിയയാണ് ചക്രവിന്യാസങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുടനീളം യോജിച്ച ഊർജ പ്രവാഹം ഉണ്ടാക്കുന്നു എന്ന് ഇത് ഉറപ്പാക്കുന്നുണ്ട്. ചക്ര എന്ന വാക്കിന്റെ അർത്ഥം സംസ്കൃതത്തിൽ ചക്രം എന്നാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ ഊർജ പ്രവാഹത്തെ പ്രതീകപ്പെടുത്തുന്നു. നിങ്ങളുടെ ശരീരത്തിലുള്ള 7 ചക്രങ്ങൾ യഥാർത്ഥത്തിൽ ഊർജ കേന്ദ്രങ്ങളാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഈ ചക്രങ്ങൾ എപ്പോഴൊക്കെയെങ്കിലും അതിൽ ഒരു സമന്വയമില്ലെങ്കിൽ അവ നിങ്ങളുടെ ശരീരത്തിലെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ആരോഗ്യത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഓരോ ചക്രങ്ങളും ഒരു പ്രത്യേക ശരീരഭാവവും അതിൻ്റെ യഥാർത്ഥ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ സുഷുമ്ന നാഡിയുടെ അവസാനത്തിൽ നിന്നും ആരംഭിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ശിരസിൻ്റെ ഏറ്റവും അറ്റം വരെയാണ് ഈ ചക്രങ്ങളുടെ സ്ഥാനമുള്ളത്. ചക്രങ്ങളുടെ സ്ഥാനം എന്നാൽ എന്താണ് എന്നുള്ളത് കൂടി പറയാട്ടോ. നിങ്ങളുടെ ശരീരത്തിലെ 7 പ്രധാന ചക്രങ്ങളെ കുറിച്ച് നമ്മൾ അധികം ബോധവാന്മാരാകണം. കാരണം ഇത് ശരീരത്തിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമുക്കത് കണ്ടെത്താനായിട്ട് സഹായിക്കുന്നതാണ്. ചക്രങ്ങൾ കണ്ടെത്തുന്നതും വിശകലനം ചെയ്യുന്നതും പഴയ വൈകാരികവും ശാരീരികവുമായ മുറിവുകൾ ഭേദമാക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിലെ 7 ചക്രങ്ങളുടെ സ്ഥാനവും അവയുടെ പ്രവർത്തനം എന്തെല്ലാമാണെന്നാണ് ഇനി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ചക്രം എന്ന് പറയുന്നത് റൂട്ട് ചക്രയാണ്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ആദ്യത്തെ ചക്രമാണ്. റൂട്ട് ചക്രം അഥവാ മൂലാധാര ചക്രം. ഇത് നട്ടലിൻ്റെ അടിയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും അത് ഭൂമിയുമായി ബന്ധിപ്പിക്കുക എന്നതാണ് ഈ ചക്രത്തിൻ്റെ പങ്ക്. ഈ ചക്രം സ്വഭാവത്താൽ സ്ത്രീലിംഗമാണ്, ഒപ്പം ഭൂമിയോട് അടുപ്പിക്കുന്നു എന്ന തോന്നൽ നൽകുന്നു. ഭൂമിയുടെ ഊർജവുമായി ഈ ചക്രം നമ്മെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ചക്രത്തിൻ്റെ നിറം എന്ന് പറയുന്നത് ചുവപ്പ് നിറമാണ്. അടുത്ത ചക്രമാണ് സാക്രൽ ചക്രം, അതായത് സ്വാദിഷ്ഠാന ചക്രം. പൊക്കിളിൻ്റെ തൊട്ടു താഴെയാണ് സാക്രൽ ചക്ര അല്ലെങ്കിൽ സ്വാദിഷ്ഠാന ചക്രം സ്ഥിതി ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞാൽ നാഭിക്ക് 3 ഇഞ്ച് താഴെയാണ് ഇത്. ഈ ചക്രം നമ്മുടെ ലസിക ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വവും ഈ ചക്രയ്ക്കാണ് ഉള്ളത്. നിങ്ങളുടെ ലൈംഗിക മോഹങ്ങളുമായി സമ്പർക്കം പുലർത്താനും ഇത് സഹായിക്കുന്നുണ്ട്. ഈ ചക്രത്തിൻ്റെ നിറം എന്ന് പറയുന്നത് ഓറഞ്ച് നിറമാണ്. ഇനി മൂന്നാമത്തെ ചക്രമായിട്ടുള്ള സോളാർ പ്ലെക്സസ് ചക്രം, അതായത് മണിപൂരക ചക്രം. മൂന്നാമത്തെ ചക്രം നാഭിക്ക് തൊട്ടു താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ചക്രത്തെ മണിപൂരക ചക്രം എന്നും വിളിക്കുന്നുണ്ട്. ഇത് ആത്മവിശ്വാസം, ആത്മനിയന്ത്രണം, ജ്ഞാനം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഈ ചക്രം അന്തഃപ്രേരിതമായ വികാരങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി ഒരു തോന്നൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ ചക്രത്തിൻ്റെ നിറം എന്ന് പറയുന്നത് മഞ്ഞ നിറമാണ്. അടുത്ത ചക്രം എന്ന് പറയുന്നത് ഹൃദയ ചക്രമാണ്, ഹാർട്ട് ചക്ര. നാലാമത്തെ ചക്രം ഹൃദയ ചക്രം അഥവാ ഹാർട്ട് ചക്രം, അതായത് അനാഹത ചക്രം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് സ്നേഹത്തോടും അനുകമ്പയോടും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചക്രമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഹൃദയം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തല്ല, മറിച്ച് നെഞ്ചിൻ്റെ മധ്യഭാഗത്താണ്. ഈ ചക്രം വൈകാരിക രോഗശാന്തിക്കും മാനസികാരോഗ്യത്തിനും കാരണമാകുന്നുണ്ട്. ഈ ചക്രയുടെ നിറം എന്ന് പറയുന്നത് പച്ച നിറമാണ്. ഇനി അടുത്തത് വിശുദ്ധി ചക്രം അല്ലെങ്കിൽ ത്രോട്ട് ചക്രയാണ്. നിങ്ങളുടെ പദപ്രയോഗങ്ങൾക്ക് ശബ്ദം നൽകുന്നതും സർഗാത്മകത പുലർത്തുന്നതുമായ
ചക്രവുമായി ഈ ചക്ര ബന്ധപ്പെട്ടിരിക്കുന്നു. വിശുദ്ധി എന്ന് വിളിക്കുന്ന തൊണ്ടയിലെ ചക്രം ഹൃദയത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്നു. മാത്രമല്ല, സത്യം പ്രകടിപ്പിക്കാനും നിങ്ങളുടെ അഭിപ്രായം മറ്റുള്ളവരുമായി പങ്കിടാനും ഇത് കാരണമാകുന്നു. ഈ ചക്രത്തിന്റെ നിറം എന്ന് പറയുന്നത് നീല നിറമാണ്. അടുത്തതായിട്ട് നമ്മുടെ തേർഡ് ഐ ചക്ര അല്ലെങ്കിൽ ആജ്ഞാചക്ര. ആറാമത്തെ ചക്രം മൂന്നാമത്തെ നേത്ര ചക്രമാണ്. തേർഡ് ഐ ചക്ര അത് ജ്ഞാനത്തിന് അതീതമാണ് എന്ന് അർത്ഥമാക്കുന്നു. ഇതിനെ ആജ്ഞാചക്രം എന്നും വിളിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചും ഭൗതിക ലോകത്തിനപ്പുറത്തേക്കും വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഈ ചക്രം നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഇത് പുരികങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ചക്രത്തിന്റെ നിറം എന്ന് പറയുന്നത് ഇൻഡിഗോ നിറമാണ്. ഇനി പറയാൻ പോകുന്നത് ഏഴാമത്തെ ചക്രമായിട്ടുള്ള സഹസ്രാര ചക്രമാണ്. അതിനെ പറയുന്ന പേര് ക്രൗൺ ചക്ര എന്നാണ്. ഏഴാമത്തെ ചക്രമാണ് ക്രൗൺ ചക്ര അല്ലെങ്കിൽ സഹസ്രാര ചക്രം. സർവശക്തവും ബോധപൂർവവുമായ ഊർജവുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധത്തിന് ഉത്തരവാദി എന്ന് പറയുന്നത് ഈ ഒരു ചക്രമാണ്. സഹസ്രാരം അഥവാ ബ്രഹ്മരന്ധ്രം എന്നും അറിയപ്പെടുന്ന ഈ ചക്രം നിങ്ങളുടെ തലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്നു. സഹസ്രാര ചക്രം ആക്റ്റീവ് ആവുന്നതിലൂടെ നിങ്ങളുടെ ഉൾക്കാഴ്ച നേടാനും നിങ്ങളുടെ മറ്റു ചക്രങ്ങളെ സന്തുലിതമാക്കാനും നിങ്ങളെ സഹായിക്കുന്നതാണ്. സഹസ്രാര ചക്രത്തിന്റെ നിറം എന്ന് പറയുന്നത് വയലറ്റ് നിറമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബ്ലോക്കുകളെയും മാറ്റാനായിട്ട് നമ്മുടെ 7 ചക്രങ്ങളെയും നമുക്ക് ക്ലെൻസ് ചെയ്ത് എനർജൈസ് ചെയ്ത് ആക്റ്റീവ് ആക്കാനായിട്ട് നമ്മൾ ഓൺലൈനിൽ കോഴ്സുകൾ നടത്തുന്നുണ്ട്. ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ സെഷൻ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗത്തിൽ തന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പല മാറ്റങ്ങൾക്കും ഈ ഒരു ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ്. താങ്ക് യു.